ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സായിപ്പം സായി കണ്ടുണ്ടാവും, ചെറുതായിട്ട് കണ്ടുണ്ടാവും. നമ്മളെ രാത്രി നടന്ന സ്ഥലങ്ങൾ ഇങ്ങനെ കാണിക്കണം. ഒരു ആർമി ഫീലല്ല. ഒരു ഫോഗ്. അയ്യോ, ഇവിടുത്തെ റെസ്റ്റോറന്റ് തന്നില്ല. അത് ജയിലിന് കയറി ഫുഡ് ശേഷം വൈറ്റ് ഷർട്ട്, ഞാൻ വൈറ്റ് പാന്റ്. മൂന്നാറിൽ പോയിട്ട് നമ്മൾ തൊട്ട് അവിടെ ജയിലിന്റെ ഓർമ്മ ഉണ്ടായിരുന്ന. എന്നിട്ട് എന്തോ നമുക്ക് കഴിച്ചില്ല. ഇതൊക്കെ ഞങ്ങൾ ഇന്ന് നടന്നിരുന്നു കേട്ടോ. അയ്യോ, അതാണ് ഞങ്ങൾ ഫോട്ടോ ഡിറ്റേക്കാളും വലിപ്പുണ്ടല്ലോ വീതി. ഡിറ്റേക്കാളും വലിയ നെയ് റോസ്റ്റ് ഫോട്ടോ കാണാം. രാത്രി 11 മണിക്ക് ചിക്കൻ, 1 മണിക്ക് ചിക്കൻ അടിച്ചേക്ക് പറഞ്ഞില്ല. 12. സുന്ദര സുന്ദര ശരിക്കും നല്ല ഭംഗിയുണ്ട്. നല്ല വൈബ് സ്ഥലല്ലേ. ഇതിന് മുന്നേ വെള്ളം ഒഴിക്കാ ഇതിന് ഗ്ലാസ്സില്. ഫുള്ള് ഇന്റർനാഷണൽ, ലൈക്ക് നല്ല പ്രീമിയം. ഇവിടെ പപ്പ നിന്ന് സ്പൈസ് വില്ലേജ് അതിന്റെ ഫോട്ടോ പപ്പയ്ക്കിടായിരുന്നു. ക്ലൈമറ്റ് ഏത് തണവ് അത് പറയുമ്പോൾ ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയ നൈസ് വൈബിൾ സ്ഥലം. ഫുള്ള് മുളയല്ലേ, എന്തായാലും മലയായിരിക്കും. ഇതൊരു കിലോമീറ്റർ അല്ല, 1 കിലോമീറ്റർ ഉണ്ടല്ലോ ഫുള്ള് ഇങ്ങനെ സറൗണ്ടിങ് മുളയായിട്ട്. ഇപ്പോൾ നമ്മൾ ബോട്ടിങ് പോകുന്നു. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കാർ പാർക്കിങ്ങും ബസ്സിനുള്ള ചാർജ് അത് 235 റുപ്പീസ് വരും. ബസ്സിന് ആൾക്കാർ ആടാ. പക്ഷെ അതൊക്കെ എങ്ങനെ പോവാ? ഒരുമിച്ചാണ്. അതാണ് നമ്മൾ പോകുന്ന ബസ്. ഞാൻ സൈഡ് സീറ്റ് എടുത്തു. കുട്ടിക്ക് സൈഡ് സീറ്റ് വേണമെന്ന്. ബസ്സിൽ ആരും സാധ്യത ഫുള്ള് നോർത്ത് ഇന്ത്യൻസ് ഒക്കെയാണെന്നുള്ളത്. ശരിക്കും ഇത് നല്ല ഗ്രീനറി ഉണ്ട്, അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ ടൈഗർ റിസർവ് ഫോറസ്റ്റിൽ കൂടെ പോകുന്നു. ടൈഗർ അങ്ങനെ ബേബിക്ക് ഫുഡ് കൊടുക്കുന്നു. ഫുഡ് കൊടുക്കാൻ പാടില്ലാന്ന് പറഞ്ഞിട്ട് നമ്മള് വീഡിയോ കിട്ടിയില്ലേ, ടിക്കറ്റ് ബുക്ക് ചെയ്തു. എത്ര 550 ഫോർ ബോട്ടിംഗ് ഉള്ളേ. അപ്പോൾ 11:10 നമ്മുടെ ഇത് 11:10 മണിക്ക് വരണം. 11:10 ഇപ്പൊ എത്ര മണിയായി? ഇതാണ് നമ്മുടെ ബോട്ടിംഗ് ഉള്ള സ്ഥലം, സ്റ്റാർട്ടിങ് സ്റ്റേജ്. വഴി അടച്ചിട്ടേക്ക. നല്ല രസമുണ്ടല്ലേ. നല്ല മഴക്കാലത്ത് ഫുള്ള് ഗ്രീനറി ആയിരിക്കും. വേനൽക്കാലത്ത് വെള്ളം കുറവാ. അവിടെ എന്തോ കുറേ ജീവികൾ, ആനയാണോ കല്ലുകളായിരിക്കും. മുകളിലാണ്, നമുക്ക് ടോപ്പ് ഫ്ലോറാണ് കിട്ടിയിരിക്കണം. സീറ്റ് നമ്പർ ഉണ്ടെന്ന് വേറെ ആൾ പറഞ്ഞു, പിന്നെ വേറെ ആൾ ഇല്ലാന്ന് പറഞ്ഞു. ഒരു കുരങ്ങനെ അവിടെ നിന്ന് സ്ട്രോബെറി തിന്നുന്നു. ആരും കാണാതെ തിന്നാന്ന് വിചാരിക്കണേ, ഞാൻ കാണണ്ടോ കുരങ്ങ. അപ്പോൾ ഇതിൽ കൂടെ നമ്മൾ ഇറങ്ങി ഇങ്ങനെ നടന്ന് അതിൽ കൂടെ കയറി ബോട്ടിൽ കയറും. എന്നിട്ട് നമ്മൾ യാത്ര ചെയ്യും. ഇവിടെയാണ് പണ്ട് ബോട്ടുകെട്ട് അപകടം, സ്കൂൾ പിള്ളേർ മരിച്ചത്.
അന്ന് ഭയങ്കര പ്രശ്നം. അന്ന് ഞാൻ ചോദിച്ചു അത് ലോക്കൽ പാർട്ടീസാ, ഇപ്പോൾ ഗവൺമെൻറ് നടത്തണേന്ന് തോന്നുന്നു. അന്ന് ബോട്ടിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ കയറ്റി ലൈഫ് ജാക്കറ്റിൽ ഒന്നുമില്ല. അപകടം വന്നു മരിച്ച്. അതിൽ എൻ്റെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു ഈ ബോട്ട് അപകടത്തിൽ. അവൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു എന്നുവെച്ചാൽ അവനുണ്ടായിരുന്നു ആ ബോട്ടിൽ. എന്നിട്ട് അവൻ പിന്നെ സ്കൂൾ മാറി ഞങ്ങളുടെ സ്കൂളിലേക്ക് വന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അത് ക്രിസ്ത്യൻ സ്കൂളുകളായിരുന്നത്. അപ്പോൾ ഞങ്ങൾ 7ാം ക്ലാസ്സിൽ പഠിക്കുക. 7ാം ക്ലാസ്സിൽ പഠിക്കുക. അപ്പോൾ 7ാം ക്ലാസ്സിൽ ഇങ്ങനെ അപകടം വന്നെന്ന് പറഞ്ഞിട്ട് മറ്റേ അനുശോചന പരിപാടി കൊണ്ട് ഹാഫ് ഡേ ലീവ് കൊടുത്തു. അപ്പോൾ മൈക്കിൽ വിളിച്ചു പറയും ഹാഫ് ഡേ ലീവ്, ഈ വിഷമം കാരണം ഹാഫ് ഡേ ലീവ് പറഞ്ഞപ്പോൾ എല്ലാവരും സന്തോഷിച്ച് കൈകൊട്ടി ലീവ് എന്ന് പറഞ്ഞു. അതുപോലെയാണ് ഇത് സങ്കടത്തിൻ്റെ പരിപാടിയാണ്. അത് കഴിഞ്ഞിട്ട് അതിൽ ഇനി നോക്കാണ്ടിരുന്ന മതി. ഡിറ്റൊക്കെ കുറഞ്ഞാൽ ഡിറ്റിൻ്റെ എക്സ്പ്രഷൻ കിട്ടിയിട്ടുണ്ടോ? അത് ഇങ്ങോട്ട് ചാടുന്നില്ല. ഇവിടെ പട്ടിക്കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാ മതി. ഡിറ്റിൻ്റെ കാലിൻ്റെ അടിയിൽ കൂടെ പോയി. എന്നിട്ട് കഥ പറഞ്ഞില്ല. എന്നിട്ട് ആ ചെക്കനല്ലേ നമ്മുടെ ഇവിടേക്ക് വന്നു, അല്ലെ നമ്മുടെ സ്കൂളിലേക്ക് പഠിക്കാൻ വന്നു. അപ്പോഴാണ് ഈ വിശേഷം പറയണത്. ഒരു കുറഞ്ഞൻ ഒരാൾ കുറഞ്ഞൻ്റെ കുണ്ടിയുടെ വീഡിയോ എടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. അത് ഞാൻ വീഡിയോ എടുക്കുന്നു. മോനെ വീട്ടിൽ പേനുണ്ടല്ലോ എന്ന് ഞാനും കുറഞ്ഞൻ്റെ കുണ്ടിരിക്കുന്നു. ഒരാൾക്കാരുള്ളടത്തേക്ക് കുറങ്ങാൻ പോയി, അങ്ങോട്ടേ പോയി. ഇവിടെ പീസ്ഫുൾ ആയിട്ട് നീ കുറങ്ങണ മൈൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ട കുറങ്ങാൻ സിമ്പിൾ ആയിട്ടിരിക്കണൊക്കെ. നീ ഒന്നും മൈൻഡ് ചെയ്യാണ്ടിരുന്നേ. അകത്ത് നിന്നിട്ടല്ലോ പേടിക്കാണ്ട് പോവാം. അറ്റാക്ക് കൊട്ടേഷൻ ആ ഫുഡ് കൊടുത്തായിരുന്ന ആ ഫുഡ് കിട്ടാൻ വേണ്ടി കുറങ്ങാൻ പോകുന്നു. ഇതിപ്പോ പോയാൽ വരും. ഇപ്പൊ അനങ്ങും പോയതാ ആൾക്കാരുടെ അടുത്തേക്കല്ലേ പോകാൻ. നമ്മൾ ടിക്കറ്റ് ചെക്കിങ് ചെയ്ത് പോകുന്നു. അതിലേതായിരിക്കും അതിലേതെങ്കിലും ബോട്ട് അറിയും. ഈ സ്പീഡ് ബോട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ? ചിലപ്പോൾ എമർജൻസി ആൾക്കാരായിരിക്കും. ഡബിൾ ഡെക്കർ ബസ്സാണ്. ശരി അതാണ് നമ്മുടെ ബോട്ട്. എടുക്കാലോ. എന്നെ മുടി വർക്കുണ്ട്. ഇപ്പൊ ഏത് ബോട്ടിൽ പോണ്ടാവോ? അതാണ് ജലധാര. ജലജ്യോതി. നമ്മുടെ ബോട്ട് ജലധാര, ജലജ്യോതി. 4 ബോട്ടുകളല്ലേ? ഇനി ചിലപ്പോൾ വേറെ പോയിണ്ടാവും. ഇല്ല, ഇനി ഇത് റിട്ടേൺ വരുമ്പോഴാണ് ഛർദിച്ചല്ലേ. ഒക്കെ വളരെ പെട്ടെന്ന് ഞാൻ അങ്ങനെ വന്നിട്ടില്ലല്ലോ. ഓൾറെഡി ഉള്ളിലായി അറിയാത്തോണ്ട് കിട്ടി. പോരാ ഭയങ്കര സ്ലോ അല്ല പറ. അല്ല ഭയങ്കര സ്ലോ അല്ല. അവിടെ അടിപൊളി കുക്കുണ്ട്. Standing and walking not allowed. Standing and walking is not allowed in the boat. The 2009 September 30 boat accident nearby government ditch this life jacket. We are reached 12:40 or 45. Please don't remove the life jacket everyone. നമുക്ക് ഇവിടുന്ന് ആനയെ കാണാം. പട്ടയാനുള്ള പിന്നെ പട്ടണിൻ്റെ അടിച്ചിട്ടുണ്ട്.
ഇതൊക്കെ എത്ര വർഷങ്ങൾ പഴക്കമുള്ള മരമായിരിക്കും. ഇനി ചിലപ്പോൾ അടുത്ത വർഷം വരുന്നേ കുറേ മരമൊക്കെ പോയിട്ടുണ്ടാവും ദ്രവിച്ചു വേണ്ടത്. അതൊക്കെ ഓൾമോസ്റ്റ് ദ്രവിച്ച് തീരാറായി. അത് ബ്ലാക്ക് പറഞ്ഞ 3 ഇതിവിടെ ഇതിൻ്റെ ഇടയിൽ എന്തോ റിസോർട്ടോ കൊട്ടാരോ എന്തോ സംതിങ് ഉണ്ട്. ഇവിടെ ഇറങ്ങി ഇവിടെ ഒരു 5 ദിവസം താമസിക്കുന്ന വൈബായിരിക്കും. താമസിക്കാൻ പറ്റുന്ന പോകും, കാണാൻ പറ്റുമെന്ന് വെച്ചാൽ അതെ അവിടെ കുറേ കുരങ്ങന്മാരുണ്ട്. ഇവിടെ നിർത്താവോ? പക്ഷെ കാണാൻ അതെ കാട്ട് പന്നിയുടെ കൂട്ടം. പക്ഷെ കാട്ടുപന്നികൾ എന്തിനെ കൊണ്ട് ഓടിച്ചു പോകും, പേടിച്ച് പോകും, കൂടുന്നു. കേട്ടേ പറ്റൂ. ഓടി പോകണമെങ്കിൽ കുഞ്ഞു കൊച്ചു കൊണ്ടുപോരുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ട ആന ആണെന്ന് വിചാരിക്കുന്നു. അറിയില്ല. ഏറ്റവും പറഞ്ഞ നേരത്തെ കണ്ട ആനയാണെന്ന് വിചാരിക്കുന്നു. വേറെ തന്നെയാണ് കളിച്ചു ഓടുന്നിട്ട് മണ്ണിട്ട് നേട്ടിക്കിടന്ന ഇത് കുഞ്ഞു നല്ല വലുത അങ്ങനെ അടിക്കുക ഇറങ്ങുന്നു. ഇതൊക്കെ അങ്ങനെ നമ്മൾ റൂട്ടിൽ നിന്ന് ഇറങ്ങുന്നു. ഇതൊക്കെ ഇഷ്ടമായി, ഇഷ്ടമായി, എനിക്കിഷ്ടമായി. സൂപ്പറാണ് ചൂടായി ചെത്താനാ. കുറേ പേര് ട്രക്കിംഗ് പോകുന്നു, ആ വഴി കൂടെ ട്രക്കിംഗ് പോകുന്നു. പിന്നെ കുറേ പേര് ഇപ്പോൾ ചില തുടങ്ങി. ഇത് ആനപ്പിണ്ടം, ഈ ഫൗണ്ട് ആനപ്പിണ്ടം. കുറേ ഇവിടെ ആന ഇറങ്ങേണ്ടത്. ആനപ്പിണ്ടം ഇത്ര 3-4 ബോട്ട് ആൾക്കാർ ഇറങ്ങി ഓടിയാ വീട് തീരോ. എനിക്കിഷ്ടമായ അവിടെ ചങ്ങാടം ആളെ വലിച്ചോണ്ട് നോക്കി കുറച്ചു നേരം പീസ്ഫുൾ ആയിട്ട് പോകാനായിട്ട് സ്ഥലമാണെങ്കിൽ ഓക്കെ. അഡ്വഞ്ചർ ഒന്നുമില്ല, പക്ഷെ ഭാഗ്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ ആനേനെ കണ്ടു. കാട്ടുപോത്ത്, കാട്ടുപന്നി, മാൻ, മങ്കി, അത്രേ ഉള്ളൂ. പിന്നെ കുറെ കിളികള് അത് പക്ഷെ നമുക്ക് കാണാൻ അങ്ങനെ കാണാൻ പറ്റില്ല. പിന്നെ രസമുണ്ട് കേട്ടോ, ഒരു ഡാമിനുള്ളിൽ എക്സ്പ്ലോർ ചെയ്യണ ഒരു ഫീല്. ഇത് ഡാം തന്നെയാണോ? കുറേ ഇംഗ്ലീഷുകാർ ആള് ആ വഞ്ചി ഇവിടുന്ന് വലിച്ച് കയറുകൊണ്ട് വലിക്കും, എന്നിട്ട് അവർ കയറി തിരിച്ച് വരും. എന്നിട്ട് ഈ വഴികൾ ട്രക്കിങ് ഈ കാട്ടിക്ക് കയറും. അതിൻ്റെ ഉള്ളിൽ കൂടെ ആടി പട്ടാളക്കാരുണ്ട്. ഈ ക്യാമറനെ അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി വേലി കെട്ടിയിട്ട് സെറ്റ് ചെയ്യണമൊക്കെ. കറണ്ട് ഉണ്ടോ അതുമേ? ആന എന്തെങ്കിലും വരുമേ ഇത് പൊളിച്ചുകൊണ്ട് ചെയ്യാൻ ഇഷ്ടമല്ലോ. എത്ര പേർക്ക്? മാക്സിമം 6 വിസിറ്റേഴ്സിന് ഒരു ആംഡ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറും 5 ഗൈഡും. 1 night 2 days പ്രോഗ്രാമിന് 6,000 ഒരാൾക്ക്. 2 nights and 3 days 400. പക്ഷേ ലൈക്ക് ഫുഡ് എടുക്കണ്ട. നമ്മ ഇവിടെ വന്നിട്ട് അത് മാത്രം അടുത്ത് മിനിമം 6 person 4 person 350 per person. അന്നിട്ട് സ്റ്റാർട്ടിങ് ഇത് വോക്ക്, നേച്ചർ വോക്ക്. ഇത് നൈസുള്ള ട്രക്കിങ് ചെയ്യുന്നതല്ലേ. ട്രൈബൽ ഡാൻസ് ഒക്കെ ഉണ്ടോ? ഇത് ഈ ചെക്കനൊക്കെ കുടുംബത്തിൽ പറഞ്ഞേക്കണം, എനിക്കറിയാം. 300 പേർ ട്രാഫിക്. നമ്മളിപ്പോ ഇങ്ങോട്ട് മുന്തിരി വാങ്ങിക്കാൻ പോകും. ഗ്രേപ്പ് ഫാമിലേക്ക് പോവാണ്. ഫുൾ ടൈം ഉണ്ടാകുന്ന ആളെ പറഞ്ഞ 2 ഏക്കറില് മുന്തിരി പറിക്കാതെ കുറച്ച് ഏക്കർ സൈഡ് ടൂറിസ്റ്റിന് വേണ്ടി മാറ്റിയിട്ടാണ്. ഇനി 11 kilometers. അപ്പൊ തമിഴ്നാട് എത്തിയിരിക്കുന്നു. തമിഴ്നാട് നമ്മൾ കുറച്ച് നേരത്തെ കയറി, പക്ഷെ എനിക്ക് ഫോമൽസ് അനച്ച് അത് ശ്രദ്ധിച്ചില്ല. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചു. ഇതാ മറ്റേ കൊടൈക്കനാൽ പോയപ്പോ ഒരു ഇതുണ്ടായില്ലേ, 2
എത്തിയിട്ട് Chinese grapes. Şimdi ഞാൻ ഇതിലാ കണ്ടത്. കിച്ചന് എന്നെ ഒരു ടെസ്റ്റിംഗ് ഉണ്ട്. ഞാൻ ടെസ്റ്റിംഗ് ആണെന്ന് വിചാരിച്ചു. എന്താ പറയുക എല്ലാവർക്കും മുന്തിരി അത് ഓരോന്നോർന്ന് പഴുക്കൂടി മുന്തിരികൾ എൻ്റെ ഫ്രണ്ടിൽ കൂടെ മുന്തിരി നിറച്ച മുന്തിരി പഴുത്തുകൊണ്ടിരിക്കുന്നുള്ളൂ. കുറേ ഏക്കറുകളിൽ ഇങ്ങനെ മുന്തിരി കൃഷി. ഇവരുടെ തന്നെ ഇന്നൊരു റെസ്റ്റോറൻറ്റ് ജെന്നീസ് അവരെല്ലാം ഉണ്ട്. എന്തായാലും ഫുഡ് കഴിക്കുമല്ലോ ആൾക്കാര്. പക്ഷെ ഇതിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ ചൂടില്ലല്ലേ, തണുത്ത കാറ്റുണ്ടല്ലേ. അവിടത്തൊക്കെ പഴുത്തണ്ട, അവിടെ ഫുള്ള് പച്ച തന്നെയാണല്ലേ. നമുക്ക് പക്ഷേ ഈ ഒരു 2 രൂപയിലാണ് എൻട്രി ഉള്ളൂ. ഇത് ഇവിടെ ഫ്രഷ് ജ്യൂസ് ഉണ്ടാക്കി തരും, നോക്കാം, കുടിച്ചു നോക്കാം. നല്ല വിഷം ഉണ്ടോ നോക്കാം. മുന്തിരി ജ്യൂസ് കുടിച്ചു നോക്കിയാൽ പടുത്ത മുന്തിരി ഗാർഡനിലേക്ക് വരുന്നു. ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ഉള്ളിലേക്ക് കടകളുണ്ടാവുന്നു. ഇത് മറ്റേ കറുത്ത മുന്തിരി ഇവിടെ പഴുത്തിരിക്കണ മുന്തിരി. 3 kg ബോക്സ് ഇത് 40, 5 kg ബോക്സ് 400 rupees. ആ ചിലപ്പോൾ മറ്റേ ഇതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകാം. പക്ഷെ ഇവിടൊക്കെ പച്ചയാണ്, പക്ഷെ അപ്പുറത്ത് ബ്ലാക്കും. ഞാൻ വീഡിയോ എടുത്തില്ലേ, അതിൽ നൈസ് ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് മുന്തിരി നിറഞ്ഞിങ്ങനെ കൊട്ടക്കൊട്ടയായിട്ട്. പട്ടിക്ക് അറ്റാക്കൊന്നും ചത്താനാണ്. അത് ഇച്ചിരി കുഴപ്പമില്ലേ. ഞാനിട്ട് ഞാനും പേടിച്ചു. പന്നി മുന്തിരി ഒരു താഴെ ചീഞ്ഞു പോയി. നിനക്ക് ഇതിൽ കാണാൻ പറ്റണ്ട. കളയണ്ട. ഇതാണ് മുന്തിരി. ഞാൻ പോയെല്ലാം കാണിച്ചു തരും എനിക്ക്. ഇവിടെ ഡിറ്റയ്ക്ക് കൈ എത്തിയാലും കാണാൻ തുടങ്ങില്ല. അവിടെ ചെറുതും ഇവിടെ ആയിട്ട് കൂടുതലും. മനസ്സിലായി. ഇതപ്പുറത്ത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകും. ഒറ്റ കടയായിട്ടുള്ള ഷോപ്പ്. നല്ല എന്ത് കളറടി? വയലറ്റാ, കറുത്ത മുന്തിരി. ഇതാണ് നല്ല കറുത്ത മുന്തിരി. ഇതേവിടെ ആൾക്കാർ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പോവാണ്. ഇതേത് MGR അങ്ങനെ എന്തോ പേരുള്ളൊരു മുന്തിരി സ്ഥലമാണ്. സ്ഥലത്തിൻ്റെ ഫാമിൻ്റെ പേര് കാറ്റാടി. പാട്ടുണ്ട്. പിന്നെ അടുത്തവര് പാട്ടുണ്ടാ ഇച്ചു കൊണ്ടുവന്ന വഴി നോക്കുക. ഞാൻ വഴിയായിക്ക് വന്ന വഴി പോവാന്നാണ് ഇച്ച പറഞ്ഞ. ഈ വഴി പോവാം, ബ്യൂട്ടിഫുൾ ആണ്. നോക്കൂ എന്താ ബ്യൂട്ടിഫുൾ. ഇതല്ല, വേറെ നല്ല വഴി കാണിച്ചിട്ട് നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കാണ്ട് ഞങ്ങള് പോവും, വഴി തെറ്റും, എന്നിട്ട് നോക്കും, ആ വഴി പോവും. വേണോ ഇതേക്ക് വേണോ? ഇതേതോ പമ്പ് ഹൗസ് വരണ വഴി കിട്ടിയിട്ട് എന്തോ കണ്ടു. ഞങ്ങൾ ഇറങ്ങുന്നു. എന്തൊരു ഭംഗിയാ. അവിടെ നല്ലൊരു ഇതുണ്ട്. എനിക്ക് ആ കല്ല് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നെ മുള, ഫോട്ടോ അവിടെ കഞ്ചാവ് സ്പോട്ടായിരിക്കും. നല്ല സ്ഥലം.
സംഭവം വെള്ളത്തിൽ ചെറു കെട്ടിയിടുന്ന വെള്ളമാണ് അങ്ങോട്ടേക്ക്. അവിടെ നല്ല വ്യൂവാ, കാട്, അത് നാട്ടിൻ പുറം തിരിച്ച്. ഇവനെന്തായാലും ഒന്ന് പനി പിടിക്കും ഈ വെയിലും കൊണ്ടിട്ട്. ഡെയിലി കുളിക്കുന്നത് ക്രഞ്ചിയാല് നല്ല ഇത് മധുരണ്ട്. ചെറിയ വീട്ടിൽ 2 എണ്ണം. ഈ വഴി നിലന്ന് നന്നായിട്ട് റൈറ്റ് ഇടുന്ന ഈ വഴി നിന്നല്ലേ ഈ പൈപ്പൊക്കെ എനിക്ക് ഓർമ്മയില്ല. ഇതന്നെ നിലന്നല്ലേ ഡിറ്റിക്ക് ഓർമ്മയുണ്ടോ? ഇതാണോ നിന്നത്? വേറെ ബ്യൂട്ടിഫുൾ മറ്റാളുടെ വീടാണോ? കിട്ടണില്ല. അത് ബേബി റോങ് ഡയറക്ഷൻ. നമ്മൾ ബാക്കിക്ക് പോയി നന്നായിട്ട് കിട്ടും. അല്ല പുറത്തേക്ക് ഇങ്ങനെ ഇട്ടുണ്ട്, ഇതില് കിട്ടണല്ലോ. ഹലോ മിസ്റ്റർ രാഹുൽ, കഴിഞ്ഞ ദിവസം കണ്ട ഹാവ് യു ബീൻ? ഗുഡ്. വെള്ളമൊക്കെ മഞ്ഞ കളർ വെള്ളമായി. വെള്ളപ്പൊക്കം വരുമ്പേ ഇതിന് മുകളിൽ കൂടെ വെള്ളം പോകുന്നുണ്ട്. അതാണ് ചെടികളൊക്കെ ഇരിക്കുന്നത്. മനസ്സിലായ? ചക്കവണ്ടി. അവിടെ ആൾക്കാർ മീൻ പിടിക്കുന്നു. ഓ നീ ഇത് ചാക്കര മുകളിലല്ലേ? അതാ പൈപ്പിടുന്ന പുതിയ എന്നെ പറയണ്ട. താൽക്കിച്ചണില് വീണ്ടും മന്തി കഴിക്കാം. ഗ്രിൽഡ് ചിക്കൻ. അപ്പോൾ കഴിച്ചിട്ട് പറയാം അല്ലേ? എന്നിട്ട് വേറെ എന്തോ ചില്ല് വൈപ്പിലേക്ക് ഞാൻ മേക്കപ്പ് ഇട്ട പോലെ ഇരിക്കുന്ന മുഖം കഴുകിട്ട് നല്ല വെളുത്തിരിക്കണേ. ഞാൻ മുഖം ആവശ്യം തന്നതാണ്. അപ്പോൾ വീണ്ടും എത്രാം പ്രാവശ്യം കളിപ്പിച്ചാൽ എത്ര കാക്കനാട് വന്ന് 10-30 കിലോമീറ്റർ വന്നിട്ട് മന്തിക്ക് ഇവിടെ ഒന്നുമില്ലേ? പക്ഷേ മന്തി കണ്ടായിരുന്നു. മന്തി 3 കഴിച്ചാൽ മതിയായിരുന്നു. മതിയായിരുന്നു, അതല്ല ഞാൻ പറഞ്ഞേ. അപ്പം ഗുഡ് നൈറ്റ്.